Welcome to Jileebi Cuisine. ഞാൻ ജിബി ജിജോ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു സ്ക്വാഷാണ്, ലെമൺ സ്ക്വാഷാണ് ചെയ്യുന്നത്. ഒരു 3 to 4 months നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ക്വാഷാണിത്. അപ്പോൾ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ സ്ക്വാഷ് എടുത്ത് ലെമണേഡോ അല്ലെങ്കിൽ നമുക്ക് ലെമൺ ചേർത്തതായ ചോയ്സിലുള്ള ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയ ഒരു സ്ക്വാഷാണിത്. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കണൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യുക. ഇപ്പോൾ ലെമൺ സ്ക്വാഷിന് നമുക്ക് ലെമൺ വേണം. ഞാനിവിടെ ഒരു 17 എണ്ണം എടുത്തിട്ടുണ്ട്. 17 ചെറുനാരങ്ങയാണിത്. അപ്പോൾ ഇത് നല്ല നീരുള്ള നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. നമുക്കപ്പോൾ ഇതിൻ്റെ നീര് നല്ലതുപോലെ പിഴിഞ്ഞെടുക്കണം. ഇപ്പം ഞാനത് ചെയ്യുന്നില്ല. ഫസ്റ്റ് നമുക്ക് ഒരു പഞ്ചസാര ലായനി തയ്യാറാക്കണം. അത് തണുത്തതിന് ശേഷം മാത്രം നാരങ്ങ പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഷുഗർ സിറപ്പിനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ ഏകദേശം ഒരു 2 കപ്പ് പഞ്ചസാരയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ആ 17 നാരങ്ങയിൽ നിന്ന് ഏകദേശം ഒരു 2 കപ്പോളം നാരങ്ങ നീര് കിട്ടും എന്ന് കരുതുന്നു. അപ്പോൾ ഞാനൊരു ഏകദേശ കാൽക്കുലേഷനിൽ 2 കപ്പ് തന്നെ പഞ്ചസാര എടുക്കുകയാണ്. സെയിം റേഷ്യോയിൽ തന്നെ എടുക്കാമെന്ന് കരുതി 2 കപ്പിന് 2 കപ്പ് പഞ്ചസാര എന്നുള്ള ഒരു കണക്കിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പഞ്ചസാരയിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എന്നിട്ടിതൊന്ന് നല്ലതുപോലെ തിളയ്ക്കാനായിട്ട് വിടാം. ഇവിടെ ഷുഗർ സിറപ്പ് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഞ്ചസാരയുടെയൊക്കെ ഉള്ളിൽ കുറേ അഴുക്കൊക്കെ ഉണ്ടാവും. നമ്മളിത് സ്റ്റോർ ചെയ്ത് വെക്കാനായതുകൊണ്ട് തന്നെ ആ അഴുക്കൊന്നും അതിലിരിക്കുന്ന അത്ര നല്ലതായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ അഴുക്കൊക്കെ എടുത്ത് കളയണം. അതിനായിട്ട് നമ്മളിപ്പോൾ ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കും. അപ്പോൾ ഈ പാല് ഈ പഞ്ചസാര ലായനിയുമായിട്ട് മിക്സ് ചെയ്തിട്ട് അതൊരുമാതിരി പാട കെട്ടുന്നത് പോലെ നമ്മുടെ അഴുക്കും പാലും കൂടെ മിക്സായിട്ട് പാട കെട്ടുന്ന പോലെ മേളിലേക്ക് തെളിഞ്ഞു വരും. അതിപ്പോൾ നമുക്ക് കോരിക്കളഞ്ഞാൽ മതിയാവും. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ പാൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിപ്പം ആ പഞ്ചസാരയുമായിട്ടൊന്ന് ചൂടായി വരണം. ഇപ്പോൾ ഇതിൽ ഒരു ബ്രൗൺ ഷെയ്ഡ് ഇങ്ങനെ നമ്മുടെ ഷുഗർ സിറപ്പിന് മേലെ കാണാൻ പറ്റുന്നുണ്ടാവില്ലേ, അതാണ് ഇതിൻ്റെ അതിലെ അഴുക്കെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ പാൽപ്പാടയിൽ അത് മിക്സായി മേളിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കതിനി കോരിയെടുത്ത് കളയാം. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് അതിനെ മെല്ലെ കോരിയെടുത്ത് കളഞ്ഞാൽ മതിയാവും. ഇപ്പോൾ ഈ ഷുഗർ സിറപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ടിരിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. നല്ല വെള്ളത്തിൻ്റെ ആ ഒരു ഷെയ്ഡിലല്ല ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ അതിലെ അഴുക്കൊക്കെ നല്ലതുപോലെ ഞാൻ കോരിക്കളഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ആ ഒരു ഷെയ്ഡ് ഇരിക്കുന്നത്. നേരത്തെ ഒരു പെയിൽ യെല്ലോ കളറിലൊക്കെയാണ് ഇരുന്നിരുന്നത്. അപ്പോൾ അതിലെ അഴുക്കൊക്കെ പോയി നല്ല ക്ലിയറായി നല്ലതുപോലെ നമുക്ക് ആ ഒരു ലൈനി ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഷുഗർ സിറപ്പ് ഒരു 1 സ്ട്രിങ് കൺസിസ്റ്റൻസി എത്തുന്നിടം വരെ ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതിപ്പോൾ ഒരു 1 സ്ട്രിങ് കൺസിസ്റ്റൻസി എത്തിയോന്ന്. ഇതുപോലെ തവി ഒന്ന് അതിലേക്ക് മുക്കിയിട്ട് അതിൻ്റെ ചൂടൊന്ന് മാറാൻ വേണ്ടിയിട്ട് വിടുക. എന്നിട്ട് അതിന് ശേഷം അതൊന്ന് കയ്യിലെടുത്തിട്ട് ഇങ്ങനെ തൊട്ട് നോക്കുക. അതിപ്പോൾ ഒരു സ്ട്രിങ് പോലെ ആയി കിട്ടുന്നുണ്ട്. ഒരു നൂല് പരുവായിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ ഒന്ന് വയ്ക്കുന്നുണ്ട്. ഞാനൊരു 2 മിനിറ്റ് കൂടെ വെച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. അപ്പോൾ ഇനി ഇത് നല്ലതുപോലെ തണുക്കാനായിട്ട് വിടണം. ശരിക്കും തണുക്കണം. അതിന് വേണ്ടിയിട്ട് അതിനെ നമുക്ക് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്ക് ലെമൺ ജ്യൂസ് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ നാരങ്ങ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 2 കപ്പ്, ഓൾമോസ്റ്റ് 2 കപ്പാണ് കിട്ടിയത്. അത്രയും നാരങ്ങ നീരുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 240 ml കപ്പിൽ 2 കപ്പോളം നാരങ്ങ നീര്. ഇവിടെ ഇപ്പോൾ ഷുഗർ സിറപ്പ് നല്ലതുപോലെ ആറി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലപോലെ തണുത്തതാണ്. അതിലേക്ക് ഞാൻ ഈ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലിപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ലെമൺ സ്ക്വാഷ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒരു ഗ്ലാസ് ബോട്ടിലിൽ നമുക്ക് സ്ക്വാഷ് ഒഴിച്ചു വയ്ക്കാം, എന്നിട്ട് റെഫ്രിജറേറ്ററിൽ വെച്ചാൽ മതിയാവും. ഗ്ലാസ് ബോട്ടിൽ തന്നെ സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ സ്ക്വാഷ് ഞാൻ ഒരു ഗ്ലാസ് ബോട്ടിലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ജ്യൂസ് ഉപയോഗിച്ചിട്ട്, സ്ക്വാഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു ലെമൺ ജ്യൂസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് ഞാനിപ്പോൾ കാണിക്കാം. ഇപ്പോൾ ഈ ഗ്ലാസ്സിലേക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ലെമൺ സ്ക്വാഷ് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ സ്ക്വാഷാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര പുളിപ്പ് വേണം നിങ്ങളുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു മിൻറ്റിൻ്റെ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലെമൺ ജ്യൂസ് കുടിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതിന് പകരം നിങ്ങൾക്ക് തണുത്ത വെള്ളം യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ നോർമൽ വെള്ളമാണ് യൂസ് ചെയ്തത്. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഇനി നിങ്ങൾക്ക് ഈ മധുരം പോരാ എന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് പഞ്ചസാരയോടെ ഇട്ട് കൊടുക്കുക. അപ്പം വളരെ എളുപ്പത്തിൽ നമ്മൾ ഇതുപോലെ ഒരു സ്ക്വാഷൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ വേഗം നമുക്ക് ജ്യൂസൊക്കെ ആക്കി കുടിക്കാൻ പറ്റും. അതേപോലെ ഇനി വെള്ളത്തിന് പകരം സോഡ ചേർത്ത് കൊടുത്താൽ നമ്മുടെ സോഡ നാരങ്ങ വെള്ളം തയ്യാറാണ്. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിന്, നിങ്ങളുടെ രീതിയിൽ, ഏതൊക്കെ രീതിയിൽ വേണമെങ്കിലും ഈ സ്ക്വാഷ് യൂസ് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഡ്രിങ്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ സ്ക്വാഷ് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതേപോലെ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പറ്റുമെങ്കിൽ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.